ഹായ് വ്യൂവേഴ്സ്, ഞാൻ ഡോക്ടർ സ്നേഹ. ഗർഭകാലത്ത് ഏതൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്, എന്തൊക്കെ കഴിക്കണം എന്നുള്ളത് എല്ലാ ഗർഭിണികളിലും ആയാലും അവരുടെ വീട്ടുകാർക്കായാലും ഒരു ഡൗട്ടാണ്. എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെയാണ് കഴിക്കാൻ പാടില്ലാത്തതെന്നുള്ളത്. അത്തരം ഒരു കാര്യങ്ങളിൽ ഒന്നാണ് ഞാവൽപ്പഴം എന്നുള്ളത്. അത് ഞാവൽപ്പഴം ഒരുപാട് ആൾക്കാർക്ക് ആ ഗർഭകാലത്ത് കഴിക്കാൻ തോന്നുന്ന ഒരു പഴമാണ്. അപ്പോൾ അത് കഴിക്കാമോ, കഴിച്ചാൽ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നൊക്കെയുള്ള ചിന്തകൾ പലർക്കും ഉണ്ട്. അപ്പോൾ ആ ഡൗട്ട് ക്ലിയർ ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. പ്രഗ്നൻസി ടൈമിൽ ഏത് ഇഷ്ടമുള്ള, അതായത് കൊതി തോന്നുന്ന ഭക്ഷണങ്ങൾ നമുക്ക് മിതമായിട്ട് തന്നെ കഴിക്കാവുന്നതാണ്. അതിലൊരു തെറ്റുമില്ല. പക്ഷേ അമിതമായി കഴിക്കാൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ. അത് ഏതൊരു ഭക്ഷണമായാലും അങ്ങനെ തന്നെയാണ്, പ്രത്യേകിച്ച് പ്രഗ്നൻസി ടൈമിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാവൽപ്പഴവും മിതമായ രീതിയിൽ 1, 2 അല്ലെങ്കിൽ 3 ഒക്കെ കഴിക്കാവുന്നതാണ്. അതിൽ കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല എന്ന് തന്നെ. കാരണം അമിതമായിട്ട് എന്ത് കഴിച്ചാലും അത് പ്രഗ്നൻസി ടൈമിൽ നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മിതമായ രീതിയിൽ കഴിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. കാരണം ഈ ഞാവൽപ്പഴം എന്ന ഫ്രൂട്ടിൽ ധാരാളം ന്യൂട്രീഷ്യൻസും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ്, വൈറ്റമിൻ സി, വൈറ്റമിൻ എ, അയൺ, കാൽഷ്യം, പൊട്ടാഷ്യം, ഇതൊക്കെ അയൺ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് കുഞ്ഞിനും അമ്മയ്ക്കും കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിനൊക്കെ നന്നായിട്ട് വരുന്നതിന് സഹായിക്കുന്ന ഘടകങ്ങളാണ്. മാത്രമല്ല വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള ഒരു ഫ്രൂട്ട് കൂടിയാണ് ഈ ഞാവൽപ്പഴം. അതുകൊണ്ട് തന്നെ വാട്ടർ കണ്ടൻറ്റ് ഉള്ള ഫ്രൂട്ട്സ് പ്രഗ്നൻസി ടൈമിൽ കഴിക്കുന്നത് അമ്മയ്ക്കും അതുപോലെ തന്നെ കുഞ്ഞിന് അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഞാവൽപ്പഴം പ്രഗ്നൻസി ടൈമിൽ മിതമായ രീതിയിൽ കഴിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. മാത്രമല്ല ധാരാളം ഫൈബേഴ്സ് ഞാവൽപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രഗ്നൻസി ടൈമിലുണ്ടാകുന്ന ഡൈജഷൻ പ്രോബ്ലംസിനും കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പ്രതിവിധിയുമാണ് ഈ ഫ്രൂട്ട് കഴിക്കുന്നതുകൊണ്ട് കിട്ടുന്നത്. പിന്നീടുള്ളത് മിക്ക ആൾക്കാരെയും ഒരു ഡൗട്ടാണ്, ഞാവൽപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് ഡാർക്കായി പോവും, അല്ലെങ്കിൽ ഡാർക്ക് പാച്ചസ് കുഞ്ഞിൻ്റെ ശരീരത്ത് വരുമെന്നുള്ളത്. ആക്ച്വലി ഇത് സയൻറ്റിഫിക്കലി ഒരിടത്തും പ്രൂവ് ചെയ്യാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. മിതമായ രീതിയിൽ ജാമുൻ, അതായത് ഞാവൽപ്പഴം കഴിക്കാവുന്നതാണ്. 1, 2 ഒക്കെ കഴിക്കാം ഒരു ദിവസം, ഒരു കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു ഫ്രൂട്ടായാലും മിതമായ രീതിയിൽ കഴിക്കുക. ഫ്രൂട്ട് മാത്രമല്ല, എന്ത് ഭക്ഷണങ്ങളും പ്രഗ്നൻസി ടൈമിൽ മിതമായ രീതിയിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മാത്രമല്ല ഡൈജഷൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാതിരിക്കാനും ഒക്കെ നല്ലതും മിതമായ രീതിയിൽ ഫുഡ് കഴിക്കുന്നതാണ്. അമിതമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല പ്രോബ്ലംസും ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.